മോനാണെങ്കിൽ ഇത്തിരി ബേക്കറി ഒക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോറൊക്കെ തിന്നാൻ ഭയങ്കര മടി. നോയമ്പൊക്കെ ആയതുകൊണ്ട് അവനായിട്ട് പ്രത്യേകം മീനൊക്കെ വാങ്ങിക്കണം. മീനില്ലാതെ അവൻ ആഹാരം കഴിക്കത്തേരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്ന് നമ്മുടെ ചേനയുടെ വിളവെടുപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ, അതായത് കുംഭത്തിൽ കുംഭം 1 നമ്മൾ ചേന നട്ടിരുന്നു. അപ്പം ചേന നട്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പം ചേന നട്ടതും ചേനയ്ക്ക് വളമിടുന്നതായ വീഡിയോയും, അങ്ങനെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി വൃശ്ചിക മാസമായി, അത് നമ്മളിനി ചേന കിളച്ചെടുക്കുന്ന മാസമാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചേന കിളച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് പറമ്പിലോട്ട് പോകാം. ചേന നമുക്ക് കിളച്ചെടുക്കാം. അപ്പോൾ ചേന പട്ടു പോകുന്ന സമയത്ത് അതിൻ്റെ ചെവിട് അറിയാനായിട്ട് നമ്മൾ ആ ചെവിട്ടിൽ ഒരു കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ചേന എവിടെ നട്ടെന്നുള്ളതും പട്ടുപോയി കിടക്കുകയാണെന്നുള്ളതും അറിയാൻ പറ്റും. അപ്പോൾ നമുക്കതിനെ കിളച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേന നട്ട് എന്നത് പിള്ളച്ചേട്ടനായിരുന്നു. പക്ഷേ വിളവൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിക്കുക. കിളച്ച് കുത്തി അങ്ങ് എടുക്കാമെന്ന് കരുതി. ഇനിയും വെറുതെ പിള്ളച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ അങ്ങ് കിളച്ചെടുക്കുകയാണ്. ഈ ചേനയൊക്കെ പട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ നട്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ തടയൊക്കെ പട്ട് പോകുന്ന സമയത്ത് ആ കുഴിയിൽ നമ്മളൊരു ചെറിയ കമ്പ് കുത്തി കൊടുത്തിരുന്നാൽ നമുക്കറിയാൻ പറ്റും ചേമ്പ് നട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കിളയ്ക്കുമ്പോഴൊക്കെ ചേന മുറിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനാണ് ഞാൻ ഈ കമ്പ് കുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നല്ല ചുറ്റിനും എന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തുമല്ല, ഈ ചേനയുടെ ഏകദേശം ഒരു വലിപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വട്ടത്തിൽ മണ്ണെടുത്തിട്ട് നല്ലതുപോലെ കൊത്തി ചേന എടുക്കണം. ചേനയ്ക്ക് വെട്ട് കൊള്ളാത്ത രീതിയിൽ വേണം ചേനയെ കിളച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ മണ്ണെല്ലാം നമ്മൾ മാറ്റിക്കളയണം. എല്ലാം 10-20 മൂട് നട്ടിട്ടുണ്ട്. അതെല്ലാം അതിന് കിളച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വെള്ളം തോരുമ്പോൾ അത് മണ്ണൊക്കെ മാറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ മണ്ണെല്ലാം നമ്മളിങ്ങനെ മാറ്റിക്കളഞ്ഞിട്ട് അത് ഈ കണ്ണെല്ലാം കുടിച്ചെടുക്കുക. രണ്ടോ 3 മണിക്കൂർ നേരം എന്നിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് കമഴ്ത്തിയാണ് ഞങ്ങളിത് വയ്ക്കാറുള്ളത്. പണ്ടേ ഞങ്ങൾ കമഴ്ത്തിയാണ് ഇത് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ എടുത്ത് മലർത്തിയും വയ്ക്കും. അപ്പോൾ അതിനകത്ത് മുളയൊക്കെ വന്നോളും. പിന്നെ നമുക്ക് വീണ്ടും കുംഭമാസം ആകുമ്പോൾ ഇത് നടണം. ഇതൊക്കെ നമുക്ക് അവിയലോ ഒക്കെ വയ്ക്കാം. വലിയ ചേനയൊക്കെ നമുക്ക് വിത്തിന് വിൽക്കണമെന്നുള്ളവർക്ക് വിൽക്കാം, നടണം എന്നുള്ളവർക്ക് നടാം. എല്ലാം കൂടെ നമുക്ക് നടേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 25 നട്ടെങ്കിൽ ഈ പ്രാവശ്യം എനിക്ക് 40 നടണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിത് വെയിലത്തുകൊണ്ട് വയ്ക്കാം. ഇങ്ങനെ വൃത്തിയാക്കി വയ്ക്കണം. ചിലപ്പോൾ കട്ട് ചെയ്യുന്ന രീതിയും നടുന്ന രീതിയും ഒക്കെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ ഇട്ടേക്കാം. തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾ ചെയ്യുകയും വേണം, ചേന നടിയും വേണം. അപ്പോൾ അങ്ങനെ നട്ടാൽ നമുക്ക് കണ്ട ഇതേപോലെ നല്ല ഐശ്വര്യമുള്ള ഐശ്വര്യമുള്ള ചേന നമുക്ക് കിളച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങും ചേനയ്ക്ക് തേടി നടക്കേണ്ട കാര്യമില്ല. കണ്ടില്ലേ എത്ര ഐശ്വര്യമായ ചേന ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ചേന നട്ടതെന്ന് പറഞ്ഞാൽ നല്ല തടമൊക്കെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അറഞ്ഞ്
നല്ലതുപോലെ അറിഞ്ഞതിന് ശേഷം നടുക്കൊരു കുഴി എടുത്തിട്ട് അതിൽ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് അതിലോട്ടാണ് നമ്മുടെ ചേനയൊക്കെ വെച്ചത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളവർ ഐ ബട്ടൺ നോക്കിയാൽ മതി, അത് നല്ലതുപോലെ അറിയാനായിട്ട് സാധിക്കും. അപ്പം അത് നിങ്ങൾ ഐ ബട്ടൺ നോക്കുക. അതുപോലെ നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുകയും വേണം കേട്ടോ. അതുപോലെ ഇങ്ങനെ കൃഷി ചെയ്താൽ ഇതുപോലെ വൃശ്ചിക മാസം ആകുമ്പോൾ നമുക്ക് കിളച്ച് നമുക്ക് പല കറികളും വെക്കാനായിട്ട് സാധിക്കും. നല്ല ആരോഗ്യമുള്ള ചേനയൊക്കെ കിളച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുകയും വേണം. അപ്പം നമ്മുടെ ചേനയെല്ലാം കിളച്ചു വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അതിൻ്റെ മണ്ണും വേരും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് നമ്മൾ എവിടെയാണോ എടുത്ത് വയ്ക്കുന്നത് ആ മുറിയിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അത് സൂക്ഷിച്ചുകൊണ്ട് വയ്ക്കണം. കാരണം എലിയുടെയൊക്കെ ശല്യം ഉണ്ടായതുകൊണ്ട് ചേന തിന്നാറുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എലി കയറാത്ത രീതിയിൽ കൊണ്ടുവന്ന് കമിഴ്ത്തി വെക്കുക. 7-8 മൂട് കിഴങ്ങും നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും കിളച്ച് വെച്ചു. അതും ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു 10-20 മൂടെങ്കിലും നടാവുന്ന രീതിയിൽ നമുക്കതിൻ്റെ വിളവ് കിട്ടി. ഇതെന്ന് വെച്ചാൽ എല്ലാവരും മനുഷ്യർ കയറി ഇറങ്ങുന്ന റൂമിലല്ല ഇത് വയ്ക്കുന്നത്. പണ്ടേ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇത് ആരും കയറാത്ത റൂമിലാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ കളിയിലെന്നൊക്കെ പറയാം, അതിനകത്ത് ഒരു റൂം സെപ്പറേറ്റ് ഉണ്ട് ഈ വിത്തുവകളൊക്കെ വെക്കാനായിട്ട്. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ വെക്കാറുള്ളത്. അങ്ങനെ വേണം സത്യത്തിൽ വിത്തുവകളൊക്കെ വെക്കാനായിട്ട്. എല്ലാവരും കയറി ഇറങ്ങുന്ന സ്ഥലത്ത് വെച്ചുകൂടാന്നൊക്കെ പറയുന്നത്. പക്ഷേ അവനവൻ്റെ വീട്ടിലെ സൗകര്യത്തിനനുസരിച്ച് ഇതൊക്കെ സൂക്ഷിക്കുക. പിന്നെ എലിയൊന്നും കടിക്കാത്ത രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. ഇപ്പോഴത്തെ എലി ചേനയും തിന്നും മലയാളം തിന്നും അങ്ങനത്തുള്ള എലികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് വെക്കുക. അടുത്ത പ്രാവശ്യം നമുക്ക് ഇനി കൃഷി ചെയ്യേണ്ടതാണ് ഇത്. ക്യാമറ എടുക്കുമ്പം തന്നെ ഞങ്ങളുടെ ബ്രൂണോ ഇവിടെ കുര തുടങ്ങും കേട്ടോ. അവനറിയാം ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അവൻ്റെ വിചാരം. അപ്പം അവനെയും കുറച്ച് നേരം പുന്നരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അവനെയും കൊണ്ടുവന്ന് അടുത്ത് കെട്ടിയിരിക്കുക. ഇത് പിന്നെ കിളച്ചെടുക്കുന്ന സമയത്ത് ഈ ചേനയ്ക്ക് നല്ല കണ്ണുകളൊക്കെ കാണും കേട്ടോ. ഉണ്ടായിട്ട് കണ്ണുകളൊക്കെ കാണും. അതൊക്കെ ഒടിച്ച് മാറ്റിയിട്ട് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. അതൊക്കെ നമുക്ക് അവിയലോ തോരനോ നമ്മൾ അസ്ത്രം ഉണ്ടാക്കിയോ എരിശ്ശേരി വെക്കുകയോ സാമ്പാറിനകത്തിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കിളച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഇത് സാധാരണ കമിഴ്ത്തിയാണ് വെക്കാറുള്ളത്. പണ്ട് മുതലേ അപ്പച്ചൻ്റെ കാലം മുതലേ വല്യപ്പച്ചൻ്റെ കാലം മുതലേ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കമിഴ്ത്തി കൊണ്ടുവന്ന് വെക്കും. നിങ്ങളിനി എങ്ങനെയാണോ വെക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾ കമിഴ്ത്തി വെക്കുന്നുണ്ടെങ്കിൽ കമിഴ്ത്തി വെക്കുക. അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ വെച്ചോളൂ. പിന്നെ ഞാൻ 25 മൂട് ചേനയായിരുന്നു ഞാൻ നട്ടിരുന്നത്. അപ്പോൾ എല്ലാം നല്ല ചേനയായിരുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ ജൈവവളവും ചാണകവും ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചത്. സ്വല്പം എല്ലുപൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വിളവ്, നല്ല ചേന 5-6 കിലോ ഒക്കെ ഉള്ള ചേനയാണ് കിട്ടിയത്. 1-2 ചേനയൊക്കെ ഉള്ളൂ ചെറുതായി കിട്ടിയത്. 25 മൂട് ചേനയിൽ ഓണത്തിനൊക്കെ കളച്ചിരുന്നു. ഇടയ്ക്ക് 1-2 ഒക്കെ കളച്ചിരുന്നു. ഇപ്പോൾ 22 ചേനയുണ്ട്. അപ്പോൾ എല്ലാം നല്ല ചേനയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുക്കുക. വേണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നവർക്ക് ആണെങ്കിൽ കൊടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ 25 മൂട് ഈ വർഷം നട്ടെങ്കിൽ എനിക്ക് അടുത്ത വർഷം 40 മൂട് നടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി നടണം എന്ന ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പം അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ വിപുലീകരിച്ച് ചേന നടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളും ഇതേപോലെ ചേനയൊക്കെ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിളയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി കൂടുതൽ നാളിട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം നല്ല ചൂടായാൽ പിന്നെ കിളച്ചെടുക്കാൻ പാടാണ്. തന്നെയുമല്ല ഒരുപാട് നാളിട്ടിരുന്നാൽ കേടാവാൻ സാധ്യതയുണ്ട്. ചേന ഒരുപാട് നാളിങ്ങനെ മണ്ണിനടിയിൽ ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. പൊരുക്ക പിടിക്കുന്ന ഒരു രോഗമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ തന്നെ ഇത് കിളച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ കൃഷി രീതികളൊക്കെ കണ്ടിട്ട് കുറേ പേര് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തതിൽ കുറേ പേര് വാട്സപ്പിനകത്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സബ്സ്ക്രൈബറായ കൈലാസ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി. 5 കിലോ ചേന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ചേന കളച്ചപ്പോൾ 5 കിലോ ഉണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ കമൻറ്റിലൂടെ പറഞ്ഞത്. അപ്പം ഒരു അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ അത് കണ്ടിട്ട് വളരെയധികം സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ വിളവൊക്കെ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യാനും പിന്നെ തമ്മിലുള്ളതായ ഡൗട്ടുകൾ കമൻറ്റിൽ അറിയിപ്പിച്ചാൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് കീടനാശിനികളായാലും വിളവെടുപ്പായാലും നടുന്ന രീതിയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം കൃഷി ചെയ്യാനായിട്ട് മണ്ണ് പോലും ഇല്ലാത്തവർ കുറേ പേരുണ്ടായിരുന്നു. അവരും ഇങ്ങനെ കമൻറ്റ് ഇട്ടാണ് ചേച്ചി മണ്ണില്ല എങ്കിൽ ഞങ്ങൾ 10-200 ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എന്നിട്ടും എല്ലാ കൃഷികളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷംജു കുറേ കൃഷികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയാണെങ്കിൽ പൈസ കൊടുത്ത് വരെ മണ്ണ് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോ ബാഗിനകത്ത് വീട്ടിൽ മൊത്തം ഗ്രോ ബാഗിനകത്താണ് പുള്ളിക്കാരത്തി കൃഷി ചെയ്യുന്നത്.
200 ഗ്രോ ബാഗ് വരെ ഉണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ കൃഷിയൊന്നും ഒന്നുമില്ല, എനിക്കൊന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയാം. പിന്നെ അത് സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. അവരൊക്കെ ഫോൺ ചെയ്യുമ്പം തന്നെ അവരെ ഭയങ്കര സന്തോഷം അവർക്ക് വിളിക്കുമ്പോൾ. മിനി ചേച്ചി എന്നും പറഞ്ഞിട്ടൊക്കെ വിളിക്കുമ്പോൾ എന്ത് ആത്മാർത്ഥതയോടുള്ള വിളിയാണെന്നറിയാമോ അവരുടെയൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.